മെയ്ഡ് ഫൺ നല്ല രസമായിരുന്നു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ജോണർ, പക്ഷേ ഇറ്റ്സ് വണ്ടർഫുൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മൂവിയാണ് ഇത്. എല്ലാം നല്ല ഫണ്ണായിട്ട് നല്ല ക്ലെവർലി നല്ല സ്ക്രീൻ പ്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സ്കൈഫൈ മൂവി. സോ എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഐ മീൻ ഡിഫറെൻറ്റ് ജോണർ, പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ത്രൂ ഔട്ട് വിൽ ബി ഇൻ ടു ദിസ് മൂവി. സോ അടിപൊളിയാണ്. മെറാക്കിയുടെ ആണല്ലോ VFX വണ്ടർഫുൾ ആയിരുന്നു. നമുക്കങ്ങനെ അയ്യോ ഇത് VFX ആണ് നമുക്കങ്ങനെ ഒന്നുണ്ട്. വിൽ ബി ട്രൂലി ഇൻ ടു ദിസ് മൂവി. സോ ഇറ്റ്സ് എ റിയൽ ഫൺ. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മോർ ദാൻ ദാറ്റ് നമ്മൾ പെർഫോമൻസ് തന്നെ ശ്രദ്ധിക്കില്ല. പെർഫോമൻസ് ആണോ, സിനിമാറ്റോഗ്രഫി ആണോ, എഡിറ്റിംഗ് ആണോ ഒന്നും ത്രൂ ഔട്ട് മൂവി നല്ല ഫൺ ജോണറായിട്ട് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. അടിപൊളി. എനിക്കൊരു റിക്ക് ആൻഡ് മോർട്ടി ഫീല് വന്നു. പൊളിയായിരുന്നു. പിന്നെ അതിനകത്ത് മലയാളിയുടെ നൊസ്റ്റാൾജിയ കൂടെ അതെവിടെ പോയാലും പോകത്തില്ല. അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളി. ഇത്രയും കണ്ടു തീർന്നിട്ട് മതിയായില്ല. തീരാതെ എനിക്ക് വരണമെങ്കിൽ ഷോ. താങ്ക്സ്. എന്നാലും ഒരു സൈഫൈക്കൊക്കെ ഒരു ബേസിക് റൂട്ട് കൊടുക്കുന്ന മൂവിയാണ്. ഇനി ഒരുപാട് പോലത്തെ ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. കാരണം അത്രയും ആൾക്കാർക്ക് എക്സ്പോഷർ ഉണ്ട് വേൾഡ് സിനിമയുമായിട്ട്. സോ ഇനി ഒരു ഹമ്പിൾ സ്റ്റെപ്പാണ് നമ്മളുടെ. എനിക്ക് ഇനിയും ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും ഗോകുലിനൊക്കെ ഒരുപാട് പോലത്തെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻഫാക്ട് വി ആർ ഓൾസോ കുറച്ച് സ്പോയിലേഴ്സ് സിനിമയിൽ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അടുത്ത ഇതേപോലത്തെ സയൻസ് ഫിക്ഷൻ പരിപാടിയുടെ ഒക്കെ കുറച്ചുകൂടെ വലിയ സ്റ്റാർസിനെ ഈസ്റ്റർ എഗ്സ് ഉണ്ട്. അതെ, ഈസ്റ്റർ എഗ്സ് ഉണ്ട്. നമ്മൾ ആലോചിച്ചത് ഓവർ ടൈം നമ്മൾ ചെയ്യുന്ന സമയത്ത് സോ ഇറ്റ് വാസ് ഡിസൈൻ ഫോർ OTT. ബട്ട് അത് തിയേറ്റർ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞു തിയേറ്റർ മെറ്റീരിയലാണെന്ന് പറയുന്നു. സോ ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അതിൻ്റെ സൗണ്ടും വിഷ്വലൊക്കെ കുറച്ചുകൂടെ എനിക്ക് അറിയില്ല. മലയാളികളോടും പിന്നെ ഇപ്പോഴത്തെ എനിക്ക് എൻ്റെ പ്രായം അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള കിഡ്സിനോടും നമുക്ക് പറയാനുള്ളത് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ മൂവീസ് അവർ കാണുന്ന വേൾഡ് മൂവീസോടൊക്കെ മേ ബി അതിൻ്റെ ഒക്കെ സോണിൽ വരുന്ന മൂവി ആയിരിക്കും. സോ പോയി കാണുക. ഇതുപോലത്തെ ചെറിയ മൂവീസ് സപ്പോർട്ട് ചെയ്യാം. മേ ബി കുറച്ച് വലിയ മൂവീസോടെ ഞങ്ങൾക്ക് വരാൻ പറ്റിയാലോ. അതുപോലെ തന്നെയാണ് അങ്ങനത്തെ വലിയ സയൻസ് ഫിക്ഷൻ പടങ്ങളോടെ ഉള്ള ഒരു ചെറിയ ഈസ്റ്റർ എഗ്സ് ഈ പടത്തിനകത്തുണ്ട്. തീർച്ചയായും ഇതിൽ നിന്നും വലുത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള വകയാവണം ഓഡിയൻസ് ഈ സിനിമയ്ക്ക് കയറി അതിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള വേദിയായിട്ടുള്ള സിനിമയെന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ സൈഡിൽ മാറി അവിടെ നിൽക്കത്തേ ഉള്ളൂ. അതെ, കണ്ട നിങ്ങൾക്കും ഐ മീൻ മീഡിയയുടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങളും കണ്ടു സിനിമ, നിങ്ങൾക്കും നല്ലതാണെന്ന് പ്ലീസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ്. ഇത് ചെറിയ മൂവിയാണ്. സോ നിങ്ങളുടെ ഒരു സ്പ്രെഡ് ദ വേർഡ് പ്ലീസ്. നല്ല മൂവിയാണെങ്കിൽ നല്ല അതിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളൊരു നല്ല ഫീഡ്ബാക്ക് കൊടുക്കുക. ഷുഡ് റീച്ച് നിങ്ങളുടെ പ്രൊഡ്യൂസറിനും ഒക്കെ അവരൊക്കെ എനേബിൾ ചെയ്യാനൊക്കെ സഹായിക്കും. റിലീസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂഷനും കിട്ടാനും. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലീസ് ചെയ്യാൻ സഹായിക്കണം എടുത്തു പറയുന്നത്? അല്ല, ഒരു മലയാളിക്ക് പുതുമയുള്ള സബ്ജക്റ്റ് അല്ലേ. നമ്മളെന്നും കാണാത്ത മുഖ്യധാര സിനിമ എന്ന് പറയുന്ന പോലെ മുഖ്യധാര സിനിമയിൽ ഇത്രയും സയൻസ് വേണ്ടെന്ന് പറയുന്ന പോലെ അത്രയും മേ ബി അത്രയും കണ്ട് പരിചയമില്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് മേ ബി അത് കുറച്ചുകൂടെ ആൾക്കാർ അംഗീകരിച്ചാൽ മാത്രമേ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. മാത്രമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതെന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ സെയിം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഞങ്ങളുടെ സിനിമയ്ക്ക് ശേഷം ചെയ്ത സിനിമകളൊക്കെ റിലീസായി. എന്തുകൊണ്ട് ഞങ്ങളുടെ മാത്രം ആവുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. താങ്ക് യു. രണ്ടാമത്തെ വട്ടം കാണുന്നതെന്ന് പറയാം. 2-10 തവണ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഞാൻ ഇത്രയും നാളും ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഇങ്ങനൊരു പടം ഇറങ്ങിയിട്ടില്ല. ഇതൊരു സയൻസ് ഫിക്ഷൻ മോക്യുമെൻ്ററി പടമാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ആക്ച്വലി സിനിമ. എനിക്ക് ഭയങ്കര ഇത് സമയത്തിന് ഇറങ്ങാത്തതിൻ്റെ ഒരു സങ്കടവും ഉണ്ട്. ഭയങ്കര ഇമോഷണലാണ് ഞാൻ ആക്ച്വലി. ഇത് ഇത്രയും പേര് ഇങ്ങനെ ഭയങ്കരമായി സ്വീകരിക്കുന്ന കാണുമ്പോൾ ഇത് ഇറങ്ങി കൂടുതലും ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഐ എം വെരി ഹാപ്പി. ഗോകുലും ഡയറക്ടറൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയും പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എത്തി. അതെ, നിങ്ങളെല്ലാം ഒന്നടങ്കം ശ്രമിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കാര്യം അറിയത്തില്ല, ഇതൊരു പുതിയ അറ്റംപ്റ്റ് ആയതുകൊണ്ടാവാം ഇത് ആൾക്കാർ എങ്ങനെ റിസീവ് ചെയ്യും എന്ന് ഉള്ളതിനെ
പറ്റി എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ജെന്യൂനായിട്ട് ഇഷ്ടമായോ? ഓക്കെ, താങ്ക് യു. മന്ദാകിനി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഒരു നല്ലൊരു ഹാപ്പി അല്ലേ ഇപ്പോൾ? അയ്യോ, സന്തോഷത്തിന് അപ്പുറമാണ്. എനിക്ക് സന്തോഷം കാരണം ഇരിക്കാൻ വയ്യാന്നൊക്കെ പറയാം. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിങ് ഉണ്ടായതും മന്ദാകിനി ഇപ്പോൾ 3rd വീക്ക് വളരെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. മലയാളത്തിൽ ആദ്യത്തെ സ്കൈഫൈ തീമിലുള്ള ഒരു സിനിമയാണല്ലോ. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആക്ച്വലി എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്നോ? എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രേക്ഷകരെന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന്? ഇത് ഒരു സാധാരണ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സൈഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്റ്റെല്ലാർ അല്ല, ആക്ച്വലി ഒരു സാധാരണ പടമാണ്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ്. പിന്നെ ഇതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ VFX ആണ്. ഇതൊരു നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു VFX ആണ്, അല്ലാതെ ഒരു വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബിലീവബിളായിട്ട്, ഇപ്പോൾ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും പാളിയിട്ടില്ല. അത് അതിൻ്റേതായ രീതിയിൽ വളരെ ക്ലീനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നാൽ വളരെ ഹാപ്പിയായിട്ട് തിരിച്ചു പോകാം. അത് എനിക്ക് ഇപ്പം കണ്ടപ്പോൾ തോന്നിയത്, ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മായും പാപ്പായൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് അത്ര വർക്ക് ആവില്ല വിചാരിച്ചു. പുതിയ ജനറേഷനായിരിക്കും വർക്ക് ആവും. പക്ഷേ എനിക്കൊന്ന് അവർക്കും ഭയങ്കരമായിട്ട് വർക്ക് ആയി. കാര്യം കുറേ പഴയ സിനിമകളുടെ റെഫറൻസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ BGM അതും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം പഴയ നമ്മുടെ അച്ഛനമ്മമാർക്കാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ആക്ച്വലി. അപ്പോൾ അവർക്കും വർക്ക് ആവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ വർക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയായിട്ടായിരിക്കും തോന്നുന്നത്. താങ്ക് യു. താങ്ക് യു.